ആശകളായിരം മൂവി കണ്ടിരിക്കുകയാണ്. നമ്മുടെ ജയറാമേട്ടൻ, കാളിദാസ് ജയറാം, ആശാ ശരത്, പിന്നെ ഷറഫുദ്ദീൻ, ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളിൽ ഇതിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ജയറാമേട്ടൻ്റെ ആ ഒരു പഴയ വൈബിലുള്ള ഒരു പടം, നല്ല ഇമോഷൻ, ഫാമിലി, കോമഡി എല്ലാം കൂടി ഒരു പാക്ഡ് ആയിട്ടുള്ള ജയറാമേട്ടൻ്റെ സിനിമ ഞാൻ എവിടെയോ മിസ് ചെയ്തായിരുന്നു. കുറെ കാലമായിട്ട് ഇത് ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. പക്ഷേ അതിനെല്ലാം ഒരു കടം വീട്ടിക്കൊണ്ട് ഒരു സിനിമ തന്നിരിക്കുകയാണ് ആശകളായിരം. മോനെ, ഗംഭീര കിടിലൻ ഫാമിലി മൂവി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു നോർമൽ ഫാമിലി മൂവിയാണ്. പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു ലൈഫ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലെ ഓരോ ക്യാരക്ടറായിട്ട് നമുക്ക് കണക്ട് ആവുന്ന ഒരു രീതിയുണ്ട്. ഈ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 2 മണിക്കൂറൊക്കെ ഉള്ളൂ. ഓരോ ആൾക്കാരുടെ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും ഡീപ്പായിട്ടൊന്നും ഇത് കാണിക്കണില്ല. ഓരോ ചെറിയ സംഭവങ്ങൾ കൊണ്ട് ഈ സിനിമയിൽ എല്ലാവരുമായിട്ട്, ആ ക്യാരക്ടേഴ്സ് എല്ലാവരുമായിട്ട് ആ കണക്ട് ചെയ്യിപ്പിച്ച ഒരു രീതിയുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. സിനിമ തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ നടന്നതായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതായിട്ടൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നണ ടൈപ്പ് ഒരു പടം. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഒരു ഫൺ, ഒരു ഫാമിലി പാക്ഡ് ആയിട്ട് പോകുന്നു ഫസ്റ്റ് ഹാഫ് ആണ് ഉള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ഇമോഷൻസിലേക്ക് പോകുന്നത്. സെക്കൻഡ് ഹാഫിന്റെ ഒരു 10-20 മിനിറ്റ് ഒക്കെ എത്തുമ്പോഴേത്തിനും നമ്മുടെ കണ്ണ് നനയാതെ ഈ സിനിമ കണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഞാനൊക്കെ ഇരുന്ന് നല്ല കരച്ചിലായിരുന്നു. കാരണം ഇതിലെ ഓരോ സിറ്റുവേഷൻ ഉണ്ട്. സിമ്പിൾ സിറ്റുവേഷൻ ആണ്. അതിൻ്റെ ലാസ്റ്റ് ഇതിലൊരു സോങ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ട് പ്ലേസ് ചെയ്ത ഒരു സോങ് ഒക്കെ ഉണ്ട്. എൻ്റെ മോനെ, ആ ഒരു സീനും ആ സിറ്റുവേഷനും ആ കുറേ ഷോർട്സും കാണുമ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകും. അമ്മാതിരി ലെവൽ ഇമോഷൻസ് നമ്മുടെ കാണുന്ന പ്രേക്ഷകന് അത്രയും രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മളെ ആശാ ശരത്തിന്റെ ലാസ്റ്റത്തെ ഒരു ഡയലോഗ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഈ സിനിമയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയല്ല. നമ്മുടെ ആ പണ്ടത്തെ ജയറാമേട്ടൻ ഒരു വൈബ് സിനിമകളില്ലേ, ജയറാമേട്ടന്റെ ഒരു ഫൺ, ഫാമിലി, ഇമോഷണൽ പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമ, അതുപോലത്തെ ഒരു കിടിലൻ പടം നിങ്ങൾ ഫാമിലി ആയിട്ട് ഈ വീക്കെൻഡ് ഒക്കെ അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പം നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം.